നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യനെ ഏത് പ്രോഡക്റ്റ് ആണ് വലുത് എന്ന് കണ്ടുപിടിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഐഡന്റിറ്റി വെച്ചല്ലാതെ മറ്റൊരു എളുപ്പ പണിയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ആരാണ് വലുതെന്ന്. അപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ പറയാം മിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ നമ്പേഴ്സ്, 2 നമ്പേഴ്സ് വീതമുണ്ടല്ലേ, ഈ 2 നമ്പേഴ്സിന്റെയും സം കണ്ടുപിടിക്കുക, ഈ 2 നമ്പേഴ്സിന്റെയും സം കണ്ടുപിടിക്കുക. ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സം കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ 25ഉം 75ഉം ആണ് അല്ലേ. അപ്പൊ അവരുടെ സം എന്ന് പറയുന്നത് 25 പ്ലസ് 75 ആണ്. ഇനി ഇവരുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 26 പ്ലസ് 74 ആണ്. ഇവരൊന്ന് സം ചെയ്ത് നോക്കിക്കേ. 25 പ്ലസ് 75 എത്രയാണ്? നമുക്കറിയാം 100 ആണ്. അതുപോലെ 26 പ്ലസ് 74 എത്ര വരും? ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാ വരുന്നത്? ആഡ് ചെയ്ത് നോക്കാം, നമുക്ക് 100 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരുടെയും സം എന്ന് പറയുന്ന ആള് സെയിം ആണ്, 100 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ച് നോക്കേണ്ടത്. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 75 മൈനസ് 25 ആണ്. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 74 മൈനസ് 26 ആണ്. 75 മൈനസ് 25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അതുപോലെ 74 മൈനസ് 26 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 48 എന്നും കിട്ടും. ഓക്കെ, നമുക്ക് 50 എന്നും 48 എന്നും ഡിഫറൻസ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഡിഫറൻസിൽ ആരാണ് ചെറുതെന്ന് നോക്കണം. നോക്കാം, ഇവിടെ 48 ആണ് 50യേക്കാളും ചെറുതായിട്ട് വരുന്ന ആള്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻസ് എടുത്തപ്പോൾ ആരാണ് ചെറുതായിട്ട് വന്നത് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും വലുതായിട്ട് വരുന്നത്. ഓക്കെ, അതായത് 74 മൈനസ് 26 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ചെറിയ നമ്പർ കിട്ടിയത് അല്ലേ. സോ 74 ഇൻറ്റു 26 ചെയ്യുമ്പോഴായിരിക്കും വലിയ നമ്പർ കിട്ടുന്നത്. അപ്പൊ പ്രോഡക്റ്റുകളിൽ ആരാണ് വലുതെന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും സം എടുത്ത് നോക്കുക. സം ഒരേപോലെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കുക. ഡിഫറൻസിൽ ആരാണോ ചെറുത് അയാളുടെ പ്രോഡക്റ്റ് ആയിരിക്കും വലുതായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് അടുത്തതൊന്ന് ചെയ്ത് നോക്കാലോ. എന്ത് വരും നമുക്ക് നോക്കാം. 76 ഇൻറ്റു 24 ആയിരുന്നു അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവരുടെ സം ഒന്ന് എടുത്ത് നോക്കാം. 76 പ്ലസ് 24ഉം 74 പ്ലസ് 26ഉം നോക്കാം. സം ഒരുപോലെ ആണോ എന്ന് നോക്കാം കേട്ടോ. 6 പ്ലസ് 4 0 100 ഇവിടെ ചെയ്യുമ്പോഴും നമുക്ക് 100 തന്നെ കിട്ടും. ഓക്കെ, അപ്പോ സം എന്ന് പറയുന്ന ആള് സെയിം ആണ് അല്ലേ. ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡിഫറൻസ് ആണ് എടുത്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഒന്ന് നോക്കാം. 76ൽ നിന്നും 24 മൈനസ് ചെയ്യാം. 74ൽ നിന്നും 26നെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡിഫറൻസ് എങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം. അപ്പൊ നമുക്ക് 76 മൈനസ് 24 എന്ന് പറയുന്ന ആളെ 52 ആണെന്ന് കിട്ടും. അതുപോലെ 74 മൈനസ് 26 എന്ന് പറയുന്നത് 48 ആണെന്ന് കിട്ടും. ഇനി ഇവർ രണ്ടുപേരിലും ഏത് പ്രോഡക്റ്റ് ആണ് വലുത് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ആരുടെ ഡിഫറൻസ് ആണ് ചെറുതെന്ന് നോക്കിയാൽ മതി അല്ലെ. 48 ആണ് ചെറുത്. സോ 74 ഇൻറ്റു 26 ആണ് വലുതെന്ന് നമുക്ക് കിട്ടി. അങ്ങനെ തന്നെയായിരുന്നോ നോക്കാം. നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു വന്നതെന്ന് നോക്കാം അല്ലെ. 74 ഇൻറ്റു 26 ആയിരുന്നു വലുതായിട്ട് കിട്ടിയത്. ആ സെയിം സാധനം തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സം എടുക്കുമ്പോൾ സെയിം ആയിട്ട് വരുന്നുണ്ടോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ചാപ്റ്ററിലെയും ഏകദേശം പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് മിസ് ഇത് പറയാണ്. നോക്കാം,
അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് അറിയാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെയാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നോക്കാം. Can we write any natural number as the difference of two squares using this method? എന്തിവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മളോട് ഏതൊരു നാച്ചുറൽ നമ്പറിനെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ എന്താക്കിയിട്ട് ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഏതൊരു നാച്ചുറൽ നമ്പറിനെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ചൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ മിസ് എടുക്കുകയാണ് 9. 9 ഒരു നാച്ചുറൽ നമ്പർ ആണ്. 9നെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ 9നെ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 9 എന്ന് പറയുന്നത് 9 into 1 ആണ് അല്ലെ? ഇനി ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? ആദ്യം നമ്മൾ 9 plus 1 എടുക്കും, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് 9 minus 1 എടുക്കുന്നു, അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരുടെയും സ്ക്വയർ എടുക്കുക, ഡിഫറൻസ് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 into 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 9 plus 1 എടുക്കുന്നു, അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സ്ക്വയർ എടുക്കുന്നു. വീണ്ടും 9 minus 1 എടുക്കുന്നു, ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു, അതിന്റെ സ്ക്വയർ എടുക്കുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം 9 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 9 plus 1 10 ആണ് അല്ലേ? 10 by 2 എത്രയാണ്? 5 ആണ്. അപ്പൊ 5 സ്ക്വയർ മൈനസ് 9 minus 1 8 ആണ്. 8 by 2 എത്രയാണ്? 4 ആണ്. That is 4 സ്ക്വയർ. ഇതെന്ത് വരും? 25 minus 16 എന്ന് നമുക്ക് കിട്ടും. എത്രയാണ്? 9 ആണല്ലോ. സോ 9നെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ, ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ? 5 സ്ക്വയറും 4 സ്ക്വയറും. രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് 8 ഒന്ന് എടുത്തു നോക്കാം. 8 എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ, ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? 2 plus 4 എടുക്കുന്നു, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സ്ക്വയർ എടുക്കുന്നു, മൈനസ് ഇവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സ്ക്വയർ എടുക്കുന്നു അല്ലെ? ഇനി നോക്കാം ഇതെന്താ വരുന്നേ? 2 plus 4 6 ആണ്. 6 by 2 the whole square മൈനസ് 4 minus 2 2 ആണ്. 2 by 2 the whole square. This is equal to 6 by 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ? Therefore 3 square minus 1 square അല്ലേ? 2 by 2 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ നമുക്ക് കിട്ടി. 9 minus 1 8 ആണല്ലോ അല്ലേ? അപ്പോൾ 8നെയും നമുക്ക് എന്ത് കിട്ടി? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 9ന്റെ കേസ് നമ്മൾ കണ്ടു, 8ന്റെ കേസ് കണ്ടു. ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഏതൊരു നാച്ചുറൽ നമ്പറിനെയും ഇതുപോലെ എഴുതാൻ പറ്റുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് 10ന്റെ കേസ് ഒന്ന് എടുത്ത് നോക്കാം. 10 എന്ന് പറയുന്നത് നമുക്കറിയാം 2 into 5 ആണ് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എഴുതണ്ടേ? 2 plus 5 by 2 the whole square മൈനസ് ഇവരുടെ ഡിഫറൻസ്, അതായത് 5 minus 2 by 2 the whole square. This is equal to 2 plus 5 എത്രയാണ്? 7 by 2 ആണ്. 7 by 2 the whole square മൈനസ് 5 minus 2 3 by 2 the whole square. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 7 by 2ഉം 3 by 2ഉം നാച്ചുറൽ നമ്പേഴ്സ് ആണോ? അല്ല അല്ലെ? 7 by 2ഉം 3 by 2ഒന്നും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ആരെ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ
പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ആരെ എഴുതാൻ പറ്റുന്നില്ല? 10നെ എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് 7/2 എന്ന് പറയുന്ന ആളെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 7/2 the whole square അല്ലെങ്കിൽ 3/2 the whole square. ഇവിടെ നമുക്ക് 1/2 the whole square എന്ന് എഴുതാം. ഇങ്ങനൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്നും ക്ലിയർ ആണ് 10നെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 9നെയും 8നെയും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റി, പക്ഷെ നമുക്ക് 10നെ എഴുതാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് 2ന്റെ കേസ് കൂടി ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ 2 ആണ് മിസ്സിന് എടുക്കുന്നത്. 2നെ നമുക്ക് അറിയാം 2 into 1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? 2 plus 1 by 2 the whole square minus 2 minus 1 the 1/2 the whole square. ഓക്കെ, ഇതെടുക്കുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 2 plus 1 3 ആണ്. 3/2 the whole square minus 1/2 the whole square. അപ്പൊ 2 എടുത്തപ്പോഴും നമുക്ക് എന്താണ്, ഇവർ രണ്ടുപേരും നാച്ചുറൽ നമ്പേഴ്സ് അല്ല, എണ്ണൽ സംഖ്യകളല്ല വന്നിരിക്കുന്നത്. അപ്പോൾ 2നെയും നമുക്ക് എന്ത് പറയാം? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ 2നെയും 10നെയും ഒക്കെ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റാതിരുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പോ മിസ് ഇതുപോലെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആയിട്ട് കിട്ടിയത് 1, 2, 4, അതുപോലെ 6, 10, 14, 18 എക്സെട്ര. ഈ നമ്പേഴ്സിനൊക്കെ എന്താണ്, രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റിയില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇങ്ങനെ എഴുതാൻ പറ്റാത്തതിന് കാരണം എന്താണ്? നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇതില് 1നെയും 4നെയും കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ള നമ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഈ നമ്പേഴ്സിനെ ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് നോക്കാം അല്ലെ. 4 കൊണ്ട് ഇപ്പൊ 6നെ മിസ് എടുത്തു. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമുക്ക് എത്ര കിട്ടും? 4 എന്ന് പറയുന്ന 6ൽ ഒരു പ്രാവശ്യമാണ് പോകുന്നത്. 4 കൊടുത്തു 2. ഓക്കെ, അപ്പൊ റിമൈൻഡർ എന്ന് പറയുന്ന ആളല്ലേ, ശിഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ആരെ കിട്ടി? 2നെ കിട്ടി 6നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ. ഇനി ഇതുപോലെ നമുക്ക് 10നെ ഒന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 10ലെ 4 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും അല്ലെ. 2 into 4 എത്രയാണ്? 8 ആണ്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ എന്ന് പറയുന്ന ആള് 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് 14 ചെയ്ത് നോക്കാം. 14നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 14ല് 4 എത്ര പ്രാവശ്യം പോകും? 3 ആണല്ലേ. 3 times 4 എത്രയാണ്? 12 ആണ്. മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എത്ര കിട്ടി? റിമൈൻഡർ 2 തന്നെ കിട്ടി. അപ്പോ 1ഉം 4ഉം ഒഴിച്ചുള്ള ഈ എല്ലാ നമ്പേഴ്സിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്ന ആളെ നമുക്ക് 2 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഒരു നമ്പർ നമുക്ക് തന്നിട്ട് ആ നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 1ഉം 4ഉം ആണോ എന്ന് നോക്കാം. 1ഓ 4ഓ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലെ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം 4 കൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് ആ നമ്പറിനെ എഴുതാൻ പറ്റില്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതാണ്. 1ഓ 4ഓ ആണോ എന്ന് നോക്കാം. പിന്നെ ചെയ്യേണ്ടത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം റിമൈൻഡർ 2 വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ നമ്പറിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ട് നോക്കാം. 1, 4 and any number which leaves a remainder 2 when divided by 4 cannot be written as the difference of two perfect squares. എന്താ പറയുന്നത്? 1ഓ 4ഓ അല്ലെങ്കിൽ
4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നതോ ആയ നമ്പേഴ്സിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ, ക്യാൻ യു റൈറ്റ് 406 as the difference of perfect squares? 406നെ നമുക്ക് രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 2 വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. 406നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം 4ൽ 4 ഒരു പ്രാവശ്യമാണ് അല്ലേ. 1 into 4 4 ആണ്. ഇനി 0യിൽ പോകില്ല, അപ്പൊ നമ്മൾ 0 കൊടുത്തു. നെക്സ്റ്റ് 6നെ നമ്മൾ എടുത്തെഴുതി അല്ലെ. 6ൽ 4 എത്ര പ്രാവശ്യമാണ്? നമുക്കറിയാം, ഒരു പ്രാവശ്യമാണ്. ദെൻ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 എന്ന് പറയുന്ന ഒരു പ്രാവശ്യമാണ്. 1 into 4 4 ആണ്. 6 minus 4 ചെയ്യുക, എത്ര കിട്ടും? 2 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോ 406നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? റിമൈൻഡർ എന്ന് പറയുന്ന ആള് 2 എന്ന് കിട്ടി. അങ്ങനെ റിമൈൻഡർ 2 എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? cannot be written as the difference of two perfect squares. രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് 406നെ എഴുതാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? 2 റിമൈൻഡർ ആയിട്ട് വന്നതുകൊണ്ട്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ 4th ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ കുറേ ഐഡന്റിറ്റീസിനെ പറ്റി പഠിച്ചല്ലേ. നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തുടങ്ങി അവസാനിക്കുന്ന വരെ നമ്മൾ കുറേ ഐഡന്റിറ്റീസ് പഠിച്ചു അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസ് ആയിരുന്നു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതുപോലെ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ഐഡന്റിറ്റി ലാസ്റ്റ് പഠിച്ചല്ലേ. എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ആ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കവർ ചെയ്തായിരുന്നു അല്ലേ. കറന്റ് ടേം മാത്തും അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ മിസ് ഇന്ന് ഈ ചാപ്റ്റർ റെഫർ ചെയ്തത് നമ്മുടെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ എക്സാം പോയിന്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.